വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളും നോക്കാം. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: വനിതാ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ഡൽഹിയിൽ ആരംഭിക്കുന്ന വനിതകൾ മാത്രം ഓടിക്കുന്ന ഇലക്ട്രിക് ഇരുചക്ര ടാക്സി പദ്ധതി ഏത് എന്നൊരു ചോദ്യം. ഈ ബൈക്ക് ദീദി സ്കീം ഡൽഹിയിലാണ്. ഈ ബൈക്ക് ദീദി സ്കീം എന്ന് ആലോചിക്കാം. ഇന്ത്യയുടെ തലസ്ഥാനമാണ് ഡൽഹി, കേന്ദ്രഭരണ പ്രദേശമാണെന്നറിയാം. നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി ആരെന്ന് വെച്ചിട്ടാര? രേഖ ഗുപ്ത. ഓക്കെ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഓർത്തു വയ്ക്കാം. നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണെന്ന് ഓർത്തു വയ്ക്കാം. ലഫ്റ്റനന്റ് ഗവർണർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അധികാരം കൈയാളുന്നത് ലഫ്റ്റനന്റ് ഗവർണറാണ്. അപ്പൊ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ജനറൽ ആരെന്ന് വെച്ചാൽ ആരാണ്? വിനയ് കുമാർ സക്സേന. ഓക്കെ, ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരെന്ന് വെച്ചാൽ വിനയ് കുമാർ സക്സേന എന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ 2026 AI സബ്മിറ്റ് നടന്ന ഡൽഹിയിലാണെന്ന് ഓർത്ത് വയ്ക്കുക. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് വരുന്നതാണ്. 2026 AI സബ്മിറ്റ് നടന്നത് ഡൽഹിയിലാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: അത്യാധുനിക യുദ്ധ ഹെലികോപ്റ്ററിൽ സഹ പൈലറ്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആര് എന്നൊരു ചോദ്യം. നിലവിലെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഓക്കെ, എന്താ ഇദ്ദേഹത്തിന് ദ്രൗപദി മുർമുവിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രപതിയാകുന്ന എത്രാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു? രണ്ടാമത്തെ വനിത. രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു എന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ തന്നെ ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കാം. ഓക്കെ, അപ്പൊ അത്യാധുനിക യുദ്ധ ഹെലികോപ്റ്ററിൽ സഹ പൈലറ്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് വെച്ചാൽ ദ്രൗപദി മുർമു എന്ന് ഓർത്തു വയ്ക്കാം. 15ാമത്തെ രാഷ്ട്രപതിയാണ്, രണ്ടാമത്തെ വനിതയാണ്. അതുപോലെ ആദിവാസി വിഭാഗത്തു നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്നുകൂടി ഓർത്തു വയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം: 2026 ഫെബ്രുവരിയിൽ അഫ്ഗാനിസ്ഥാനെതിരെ പാകിസ്ഥാൻ സേന തുടങ്ങിയ സൈനിക നീക്കത്തിന് നൽകിയിരിക്കുന്ന പേര് എന്തെന്നാണ് ചോദ്യം. ഓപ്പറേഷൻ ഗസബ് ലിൽ ഹക്ക്. ഓർത്തു വയ്ക്കാം. അപ്പോ ഇതിനകത്ത് രണ്ട് രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. ഇന്ത്യ ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് ഓർത്തു വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പാകിസ്ഥാന്റെ തലസ്ഥാനം എന്താണ്? ഇസ്ലാമാബാദ്. പാകിസ്ഥാന്റെ തലസ്ഥാനം ഏതാണ്? ഇസ്ലാമാബാദ്. ഓർത്തു വയ്ക്കാം. പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ്. പാകിസ്ഥാന്റെ നിലവിലെ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ നിലവിലെ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ ആസിഫ് അലി സർദാർ. ഓക്കെ, നിലവിലെ പ്രസിഡന്റ് ആസിഫ് അലി സർദാറും. നിലവിലെ പ്രധാനമന്ത്രി ആരെന്ന് വെച്ചാൽ ഷഹ്ബാസ് ഷെരീഫ്. ഓക്കെ, ഷഹ്ബാസ് ഷെരീഫാണെന്ന് ഓർത്തു വയ്ക്കുക. ഷഹ്ബാസ് ഷെരീഫാണ് നിലവിലെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി എന്ന് ഓർത്തു വയ്ക്കുക. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം ഏതാ? കാബൂൾ. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം ഏതെന്ന് വെച്ചാൽ ഏതാ? കാബൂൾ ആണെന്ന് ഓർത്തു വയ്ക്കുക. ക്ലിയർ? ഇപ്പൊ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ലോക നേതാവ് എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ആരെന്ന ചോദ്യം. നരേന്ദ്രമോദിയാണ്. 100 മില്യൺ ഫോളോവേഴ്സ് ആണ് അദ്ദേഹത്തിന് ഉള്ളത്. ഓക്കെ, അപ്പോ ഈ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടത് 2026 ഫെബ്രുവരി മാസം അദ്ദേഹം സന്ദർശിച്ച വിദേശ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഏതെന്ന് വെച്ചാൽ മലേഷ്യ. ഓക്കെ, രാജ്യം മലേഷ്യയാണ് അദ്ദേഹം സന്ദർശിച്ചത് ഫെബ്രുവരി മാസത്തില് തുടക്കത്തില്. അപ്പൊ മലേഷ്യയുടെ തലസ്ഥാനം എന്താ? കോലാലംപൂർ. മലേഷ്യയുടെ തലസ്ഥാനം ഏതെന്ന് വെച്ചാൽ ഏതാണ്? കോലാലംപൂർ എന്ന് ഓർത്തു വയ്ക്കാം. മലേഷ്യയുടെ തലസ്ഥാനം കോലാലംപൂർ ആണ്. മലേഷ്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് വെച്ചാൽ മലേഷ്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് വെച്ചാൽ ആരാണ്? അൻവർ എബ്രഹാം. മലേഷ്യയുടെ പ്രധാനമന്ത്രിയാണ് അൻവർ എബ്രഹാം എന്ന് ഓർത്തിച്ചു പിടിക്കുക. അൻവർ എബ്രഹാം. ഓക്കെ, അടുത്ത് അദ്ദേഹം സന്ദർശിച്ച വിദേശ രാജ്യം ഇസ്രായേൽ എന്ന് ഓർത്തു വയ്ക്കുക. ഇസ്രായേൽ. ഓക്കെ, ഇസ്രായേലിന്റെ തലസ്ഥാനം എന്താണ്? ജെറുസലേം.
ഇസ്രായേലിന്റെ തലസ്ഥാനം ജെറുസലേം എന്ന് ഓർത്തു വയ്ക്കാം. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ആരാണ്? പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ബെഞ്ചമിൻ നെതന്യാഹു ഓർത്തു വയ്ക്കുക. ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പ്രസിഡന്റ് ആരാ? ഇസ്രായേലിന്റെ പ്രസിഡന്റ് ഐസക് ഹെർസോഗ്. ഐസക് ഹെർസോഗ്. ഓക്കെ, ഓർത്തു വയ്ക്കുക. ഐസക് ഹെർസോഗ് ആണ് ഇസ്രായേലിന്റെ പ്രസിഡന്റ് എന്ന് കൂടി ഓർത്തേക്കാം. അപ്പൊ 2 രാജ്യങ്ങളാണ് ഫെബ്രുവരി മാസങ്ങളിൽ അദ്ദേഹം സന്ദർശിച്ചത് എന്ന് ഓർത്തേക്ക. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ലോക നേതാവ് എന്നറിയപ്പെടുന്നത് നരേന്ദ്രമോദിയാണെന്ന് ഓർത്തേക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാരിന്റെ വെസ്റ്റ് കോസ്റ്റ് കനാൽ നവീകരണ പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസി ഏത് എന്നാണ് ചോദ്യം. ഏതാണ്? KWIL, ക്വിൽ, അതോ കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ഓക്കെ, കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. കേരള സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ സിയാൽ സിയാലും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് എന്ന് പറയുന്നത് ക്വിൽ അഥവാ KWIL എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 11 ജില്ലകളിലൂടെ കടന്നു പോകുന്നതാണ്. ഇത് വെസ്റ്റ് കോസ്റ്റ് കനാൽ പദ്ധതി 11 ജില്ലകളിലൂടെ കടന്നു പോകുന്നത്. ഏകദേശം മുഴുവൻ പൂർത്തിയാകുമ്പോൾ എത്ര കിലോമീറ്റർ ആണ്? 616 കിലോമീറ്റർ ആണ്. 616 കിലോമീറ്റർ ആണ് ആകെ നീളം എന്ന് പറയുന്നത്. എവിടെ മുതൽ എന്നുള്ള തിരുവനന്തപുരത്തെ ആക്കുളത്ത് നിന്ന് തിരുവനന്തപുരത്തെ കോവളത്ത് നിന്ന് തുടങ്ങിയിട്ട് ഇവിടം വരെ 616 കിലോമീറ്റർ. കാസർഗോഡ് ബേക്കൽ കാസർഗോഡ് കേട്ടോ. ബേക്കൽ കാസർഗോഡ് വരെയാണ് എന്ന് പറയുന്നത് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് ഓർത്തുവയ്ക്കുക. 616 കിലോമീറ്റർ 11 ജില്ലകളിലൂടെ പോകും. തിരുവനന്തപുരത്തെ കോവളത്ത് തുടങ്ങിയിട്ട് ഇവിടെ വരെ ബേക്കൽ കാസർഗോഡ്. ഇത് കണക്ട് ചെയ്ത് പോകുന്ന 39 നദികൾ അതുപോലെ തന്നെ തടാകങ്ങളും ബന്ധപ്പെടുത്തിയാണ് ഏത് ക്വിൽ പദ്ധതി നടപ്പിലാക്കുന്നത് ഓർത്തുവയ്ക്കുക. ഫസ്റ്റ് ഫേസ് ആണ് ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത. ഫസ്റ്റ് ഫേസ് എവിടെ മുതൽ എവിടെ വരെ എന്ന് വെച്ചാൽ ആക്കുളം മുതൽ ചേറ്റുവ എന്ന് പറഞ്ഞാൽ 280 കിലോമീറ്റർ ആണ്. 280 കിലോമീറ്റർ ആണ് ഫസ്റ്റ് ഫേസ് പ്രവർത്തനം ആരംഭിക്കുന്നത്, ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർത്തു വയ്ക്കാം. കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ് ഇതിന്റെ നിർമ്മാണ പ്രക്രിയ നടത്തുന്നത് എന്ന് ഓർത്തു വയ്ക്കാം. സംസ്ഥാന സർക്കാരിന്റെ വെസ്റ്റ് കോസ്റ്റ് കനാൽ നവീകരണ പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസിയാണ് ക്വിൽ അഥവാ കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. കേരള സർക്കാരിന്റെ അതുപോലെ സിയാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെയും സംയുക്ത സംരംഭമാണ് ക്വിൽ എന്നും കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യാം. അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം. താങ്ക് യു.